ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. അശോക് നഗറിലെ ആ മിനാരം മറക്കാൻ നിങ്ങൾക്കാകുമോ? കലാപം പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് കലാപാനുകൂലികളായ ചില ആളുകൾ ആ മിനാരത്തിന് മുകളിൽ കയറിയിട്ട് ഹനുമാൻ പതാക കെട്ടുന്ന ദൃശ്യം നമ്മളൊക്കെ വളരെ വേദനയോടുകൂടിയാണ് കണ്ടത്. അക്രമം നടത്തിയ സംഘപരിവാറിൻ്റെ ഏറ്റവും വലിയ വൃത്തികെട്ട മുഖം തന്നെയായിരുന്നു ആ മിനാരത്തിൽ കെട്ടിയ ഹനുമാൻ പതാക. കലാപമൊക്കെ കഴിഞ്ഞിട്ടും അത് അഴിച്ചു മാറ്റാതെ അവിടെ തന്നെ കിടന്നിരുന്നു ആ ഹനുമാൻ പതാക. പക്ഷേ കഴിഞ്ഞ ദിവസം അതൊരു യുവാവ് അഴിച്ചു മാറ്റി. ആ യുവാവ് മിനാരത്തിന് മുകളിൽ കയറിയിട്ട് ഹനുമാൻ പതാക അഴിച്ചു മാറ്റി താഴേക്ക് വന്നപ്പോൾ ആ ദൃശ്യമെടുത്ത യുവാവ് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പേര്? ആ യുവാവ് മറുപടി നൽകി, എൻ്റെ പേര് രവി എന്നാണ്. രവി എന്നിട്ട് ആ യുവാവിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ സംഘികളെ, ആ മിനാരത്തിൽ കയറി നിങ്ങളുടെ കലാപകാരികൾ കെട്ടിയ ആ കൊടി അഴിച്ചവനില്ലേ, അവനാണ് ഹിന്ദു. അവനാണ് മതേതരത്വവാദിയായ ഹിന്ദു. അവനാണ് ഭാരതീയനായിട്ടുള്ള ഹിന്ദു. അവനാണ് മനുഷ്യത്വമുള്ള ഹിന്ദു. അവനാണ് ഹിന്ദു, നിങ്ങളല്ല ഹിന്ദു. ഞങ്ങൾ ഹിന്ദു എന്ന് കാണുന്നത് അവനിലാണ്. നിങ്ങളിൽ കാണുന്നത് കലാപകാരി, വർഗീയവാദി, ഹിന്ദുത്വവാദി, സംഘിവാദി എന്നുള്ളത് മാത്രമാണ് നിങ്ങളിൽ ഞങ്ങൾ കാണുന്നുള്ളത്. നിങ്ങൾ ഹിന്ദുക്കളല്ല. ദാ ഇവനാണ് ഹിന്ദു. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടുകൊള്ളുക. ഈ ദൃശ്യത്തിലുള്ള ഈ രവി എന്ന ഇന്ത്യ രാജ്യത്തിൻ്റെ മുത്താണ് ഈ ഹിന്ദു. ഇവനാണ് ഇന്ത്യയിലെ ഹിന്ദു, യഥാർത്ഥ ഹിന്ദു. അല്ലാതെ നിങ്ങളല്ല. നിങ്ങൾ വെറും ഹിന്ദു എന്ന നാമം മുന്നിൽ വെച്ചുകൊണ്ട് നടക്കുന്ന വെറും ക്രിമിനൽസുകൾ മാത്രമാണ്. പക്ക വർഗീയവാദികൾ, പക്ക കലാപകാരികളാണ് നിങ്ങൾ. നിങ്ങളുടെ ലക്ഷ്യം ഹിന്ദുവിനെ ഉപയോഗിച്ചുകൊണ്ട് നേട്ടമുണ്ടാക്കുക എന്നുള്ളതാണ്. പക്ഷേ ആ നേട്ടം ഈ ഹിന്ദുവിന്, യഥാർത്ഥ ഹിന്ദുവിന് ആവശ്യമില്ല എന്നുള്ളതാണ് ആ മിനാരത്തിൽ കയറിയിട്ട് നിങ്ങൾ കെട്ടിയ കൊടിയഴിച്ച് തിരിച്ചു വരാനുള്ള കാരണം. ഈ രവിയാണ് ഹിന്ദു. ഇപ്പോൾ ഏകദേശം മനസ്സിലായി കാണുമല്ലോ ആരാണ് ഹിന്ദുവെന്നും ആരാണ് സംഘിയെന്നും. അതെ, ഞങ്ങൾ സംഘിക്കെതിരെയാണ്, പക്ഷേ ഹിന്ദുവിനെതിരെയല്ല. കാരണം ഹിന്ദു ഇങ്ങനെയുള്ളവനാണ്. ഇങ്ങനെയുള്ള നല്ലവനായ, നല്ല മനസ്സുള്ള, നല്ല സംസ്കാരമുള്ള, നല്ല ബോധമുള്ള ഒരു ഹിന്ദുവിനെതിരാകാൻ ആരാണ് മുന്നോട്ട് വരിക? അങ്ങനെ ആരെങ്കിലും എതിരായി വന്നാൽ അവനെതിരെ ഞങ്ങൾ തിരിയും. കാരണം ഹിന്ദു അവൻ യഥാർത്ഥത്തിൽ മനുഷ്യത്വമുള്ളവനാണ്, പക്ഷെ സംഘിയല്ല. തിരിച്ചറിയണം സുഹൃത്തുക്കളെ. ഹിന്ദുവിൻ്റെ നാമം ഉപയോഗിച്ച് വേട്ടയാടലിന് മുന്നിൽ പോകുന്ന ഇവന്മാരെ പാഠം പഠിപ്പിക്കേണ്ടത് ഈ രവിയെപ്പോലെയുള്ള നല്ലവരായിട്ടുള്ള ഹിന്ദുക്കൾ തന്നെയാണ്. എന്തായാലും അശോക് നഗറിലെ ആ മിനാരത്തിൽ കെട്ടിയ കലാപകാരിയുടെ ക്രൂരമുഖം ഈ ഹിന്ദുവിൻ്റെ നല്ല പ്രവൃത്തിയിലൂടെ ഒറ്റ നിമിഷത്തിൽ ഇല്ലാതായിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ.